ഹായ്, എല്ലാവർക്കും സ്റ്റാർ വേ ടാരർ മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിഷുഫലമാണ്. അതായത് ഈ വിഷുവിന് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനായിട്ട് 2 പൈലാണ് ഇവിടെ ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈല് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈല് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്, ഡെവിൾ കാർഡ്, ഏസ് ഓഫ് വാൻസ്, 8 ഓഫ് വാൻസ്, 9 ഓഫ് വാൻസ്, 7 ഓഫ് പെൻറ്റിക്കിൾ, കിങ് ഓഫ് പെൻറ്റിക്കിൾ, അതുപോലെ ജസ്റ്റിസ് കാർഡാണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ്, 6 ഓഫ് സോർഡ്സ്, അതുപോലെ 4 ഓഫ് വാൻസ് ആണ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഡോണ്ട് സ്റ്റോപ്പ് എന്ന കാർഡാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിട്ട് കാണുന്നു. അതായത് ഇപ്പോൾ ദേഷ്യമാണെങ്കിൽ അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും, ഇനി സങ്കടമാണെങ്കിൽ അതും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ഇമോഷൻ ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിട്ട് കാണുന്നു. അതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നവരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാത്രിയിൽ ഉറക്കമൊന്നുമില്ലാതെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. സോ അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഫസ്റ്റിലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ ഒരു വിഷുക്കാലം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുക എന്ന് പറയുന്നത് തന്നെ അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇത്രയും നാളെ നിങ്ങൾ കടന്നു വന്ന ട്രോമയിൽ നിന്ന് നിങ്ങൾ പതിയെ കര കയറുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് മാത്രമല്ല, കിങ് ഓഫ് പെൻറ്റിക്കിളും ഉണ്ട്. സോ നിങ്ങളിലേക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെയാണ് വരുന്നത്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നതായിട്ടും നിങ്ങളിലേക്ക് മെറ്റീരിയൽ സക്സസ് വരുന്നതായിട്ടും കാണിക്കുന്നു. നിങ്ങൾ ഇത്രയും നാളെ ഇമോഷണലി ഡിസിഷൻ എടുത്തിട്ട് ആയിരുന്നെങ്കിൽ ഇനി നിങ്ങളെ പ്രാക്ടിക്കലി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഡെവിൾ കാർഡാണ്. ഓൾറെഡി ഒരു തടസ്സമൊക്കെ ഈ പൈല് ചൂസ് ചെയ്തവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഭഗവാന്റെ കൃപയാൽ അത് പതിയെ പതിയെ മാറുന്നതായിട്ട് കാണിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാട് ചെയ്യുക. തടസ്സങ്ങളും ദുരിതങ്ങളും ഒറ്റയടിക്ക് മാറിയില്ലെങ്കിലും പതിയെ അത് നിങ്ങളെ വിട്ടു മാറുന്നതായിരിക്കും. എങ്കിലും ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം, അതിന് സക്സസ് ആയ ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. അല്ലാത്ത പക്ഷെ അത് മുടങ്ങാനുള്ള സാധ്യതയും ഉള്ളതായിട്ട് ഭഗവാൻ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരുന്നതായിട്ട് കാണിക്കുന്നു. അതിപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിലാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കാണിക്കുന്നു. ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞാലും മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് ഒരു സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് വാൻസ് ആണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആരുടെയും കോൺടാക്റ്റിന് അല്ലെങ്കിൽ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ പോസിബിൾ ആകുമെന്ന് കാണിക്കുന്നു. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല കേട്ടോ. എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് 9 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ബൗണ്ടറി വെക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങളായിട്ട് തന്നെ ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും നാൾ ആ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കാര്യം പോലും മറന്ന് നിന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെയൊക്കെ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനുള്ള ഒരു ധൈര്യം ഭഗവാൻ തരുന്നതായിട്ട് കാണിക്കുന്നു. അടുത്തത് 7 ഓഫ് പെൻറ്റിക്കിൾ ആണ്. അതൊരു ക്ഷമയുടെ കാർഡാണ്. അതായത് എല്ലാ കാര്യങ്ങളും സക്സസ് ആകണമെങ്കിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കണം അല്ലേ. സോ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ പാതയിൽ കാണും. ഒരു കാര്യം ഓർത്താൽ മതി, ഒന്നും പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടില്ല. ഇനി അഥവാ അങ്ങനെ കിട്ടിയാൽ അത് അധിക കാലം ഒന്നും നമുക്കിടയിൽ കാണത്തില്ല. നമ്മൾ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെല്ലാം ഫേസ് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മുടെ കയ്യിൽ ലൈഫ് ലോങ് കാണും. ശരിയല്ലേ? അതിനാദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ക്ഷമ വേണം. ക്ഷമയുടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ചതിക്കുഴികളിലൊന്നും വീഴാതെ നമുക്ക് നാളെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇവിടെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ, അതായത് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതിപ്പോൾ ബ്രേക്കപ്പ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവോഴ്സ് വല്ലതും നീതി കിട്ടുമോ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വസ്തു തർക്കമോ ഒക്കെ എന്ത് തന്നെയാണെങ്കിലും
നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നത് കാണിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ ഇപ്പോൾ നിങ്ങളോട് ന്യായം ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സായി തന്നെ ഇടപെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ഭഗവാൻ തന്നെ ഇടപെട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നീതി വരുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ബോട്ടം എനർജിയിലെ 9 ഓഫ് സോഴ്സ്, 6 ഓഫ് സോഴ്സ്, അതുപോലെ 4 ഓഫ് വാൻസും ആണ്. ഇവിടെ മാരേജിന്റെ ഏജിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രപ്പോസൽസ് വരുന്നതായിട്ട് കാണിക്കുന്നു. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു മാരേജ് ഓഫറുമായിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ എബ്രോഡൊക്കെ പോകാൻ നോക്കുന്നവർക്ക് അതും പോസിബിൾ ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഡോണ്ട് സ്റ്റോപ്പ് എന്ന കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ പോകുന്ന പാത്ത് റൈറ്റ് പാത്താണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ആ ഒരു കാര്യം ഗിവ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇരിക്കുക. ശരിയായ ടൈം എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള മെസ്സേജ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു. ഓക്കെ, നമുക്ക് സെക്കൻഡ് പേര് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് മജീഷ്യൻ, Ace of Pentacle, 5 of Cups, 3 of Cups, 6 of Wands, Knight of Wands, 8 of Pentacle, അതുപോലെ എംപറർ കാർഡാണ്. ബോട്ടം കാണിച്ച് കിട്ടിയിരിക്കുന്നത് 10 of Swords, Knight of Swords, അതുപോലെ 4 of Pentacle ആണ്. ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ എൻഡായതായിട്ട് കാണിക്കുന്നു, എന്തൊക്കെയോ ലോസ് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നതായിട്ടാണെന്നാണ് കാണിക്കുന്നത്. അത് ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സെപ്പറേഷനോ ബ്രേക്കപ്പോ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലാകാം, അല്ലെങ്കിൽ ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ചീറ്റിംഗ് അനുഭവിച്ചിരിക്കാം. എന്തായാലും അത് നിങ്ങളെ മൊത്തത്തിലൊന്ന് പിടിച്ചു കുളിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാജഡി ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷുക്കാലത്ത് ഭഗവാൻ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ മജീഷ്യൻ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് കുറച്ച് നാളുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. നിങ്ങൾ റൈറ്റ് പാത്തിലുമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അധികം വൈകാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് ഏസ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നു. എസ്പെഷ്യലി ജോബിന്റെ കാര്യത്തിൽ വെറും ഒരു ന്യൂ സ്റ്റാർട്ടല്ല ഇവിടെ കാണിക്കുന്നത്, സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു ന്യൂ സ്റ്റാർട്ടാണ്. അതുപോലെ നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആണ്. അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു ചേഞ്ച് എന്ന നിലയിലാണ് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അടുത്തത് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഹാപ്പിനെസ്സിനെ കാണിക്കുന്ന കാർഡാണത്. ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ അതൊരു മീറ്റപ്പ് ആകാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും വിശേഷമാകാം, മാരേജ് ആകാം, ജോലിസ്ഥലത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ആകാം. എന്തായാലും വലിയൊരു സെലിബ്രേഷൻ ഈ ഒരു വർഷത്തിനുള്ളിൽ വരുന്നതായിട്ട് കാണിക്കുന്നു. അടുത്തതായിട്ട് 6 ഓഫ് വാൻസ് ആണ്. ഒരു വിക്ടറിയെ സൂചിപ്പിക്കുന്ന കാർഡാണിത്. നിങ്ങളിലേക്ക് സക്സസ് വരുന്നതായിട്ട് കാണിക്കുന്നു, അബണ്ടൻസ് വരുന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ ഓൾറെഡി 3 ഓഫ് കപ്സ് കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാരേജ് സെലിബ്രേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന്. 6 ഓഫ് വാൻസ് ഒരു മാരേജ് കാർഡ് കൂടിയാണ്. മാരേജ് ഒക്കെ നോക്കുന്നവർക്ക് അത് ഫിക്സ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് എങ്കിലും പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം ഈ ഒരു മാരേജ് പ്രപ്പോസൽ ഓഫർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് 9 ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലൂടെ ഒക്കെ പോകുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ വരുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപാട് പാഷനോട് കൂടിയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിൾ ആണല്ല, നിങ്ങളിലേക്ക് ന്യൂ ലവ് വരുന്നതായിട്ട് കാണിക്കുന്നു. അടുത്തതായിട്ട് 8 ഓഫ് പെന്റക്കിൾ ആണ്. വർക്കിൽ ഈ ഒരു വർഷം നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എന്ന് കാണിക്കുന്നു. ചിലപ്പോൾ വർക്ക് പ്രഷർ ഉണ്ടായിരിക്കാം, എങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രാപ്തരായിരിക്കും എന്നാണ് കാണിക്കുന്നത്. അത് ജോബിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളെ സെൽഫ് വാല്യൂ വളർത്തിയെടുക്കാനാണെങ്കിലും ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എംപറർ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് തോൽവി ഫേസ് ചെയ്യേണ്ടി വന്നവരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. നിങ്ങളെ തളർത്തിയുടെ മുൻപിൽ നിങ്ങൾ ഒരു എംപററായിട്ട് അല്ലെങ്കിൽ എംപ്രസ് ആയിട്ട് സ്വയം നിങ്ങളുടെ പരിശ്രമത്തിൽ മാറുമെന്ന് കാണിച്ച് കാണിക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എംപറർ കാർഡിന് ഒരു നെഗറ്റീവ് വശം കൂടെയുണ്ട്. ഒരുപാട് ഈഗോ ഉള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതിന് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുക. എല്ലാം നേടി എംപററിനെ പോലെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഭഗവാനെ മറക്കാതെ ഇരിക്കുക എന്ന് പ്രത്യേകം കാർഡ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ബോട്ടം എനർജിയിൽ 10 ഓഫ് സോഴ്സ്, 9 ഓഫ് സോഴ്സ്, 4 ഓഫ് പെന്റക്കിൾ ആയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക, മനസ്സ് പറയുന്നത് കേൾക്കുക, മറ്റുള്ളവരെ നമ്മളെ കൊണ്ടാകും വിധം സഹായിക്കുക. എന്നാൽ ഈ ഒരു വിഷുക്കാലം നിങ്ങളിലേക്ക് സക്സസ് ആയിരിക്കും കൊണ്ടുവരുന്നത്.
അതുപോലെ നമുക്ക് ഇട്ടിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് ഏഞ്ചൽസ് തന്നിരിക്കുന്ന ആൻസറാണിത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ടില്ലെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, ഡിവൈനും അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ മാത്രമേ അത് നടക്കൂ. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നടക്കും, ബട്ട് അതിൻ്റേതായ സമയത്താണെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ബൈയിൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു.